ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ G-Sonic 9 ഇഞ്ചിൻ്റെ LED സ്ക്രീൻ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് 2 വർഷത്തെ വാറണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതിന് ഫീച്ചേഴ്സ് എഴുതിയിട്ട് ഞാൻ 4GB ആണ് വാങ്ങിയത്. 4GB 64GBൻ്റെതാണ് ഞാൻ വാങ്ങിയത്. വിത്ത് 360 ക്യാമറ വരുന്ന ഒരു ഇൻബിൽഡ് ആയിട്ട് വരുന്ന സിസ്റ്റമാണിത്. അപ്പോൾ ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് എല്ലാം ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. Android 13 വരുന്നത്, GPS വരുന്നുണ്ട്, പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ 360 ക്യാമറ നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ മൊത്തം സെറ്റ് അടക്കം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇത് 2 ഇയർ വാറണ്ടി വരുന്നുണ്ട്, 2 വർഷത്തെ വാറണ്ടി വരുന്നുണ്ട്. ഇത് 4GB + 64GB. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിലേയും കാര്യങ്ങളൊന്നും നമുക്ക് സിസ്റ്റത്തിൽ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓൾറെഡി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ക്യാമറ ഇല്ല എന്നുള്ളത് ഞാൻ നോക്കിയത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ ഡിസ്പ്ലേ സ്ക്രീൻ. ഇത് വെക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഓൾറെഡി എല്ലാം പോയ കേസാണെന്നുള്ളത്. അപ്പോൾ ഇത് മാറ്റിയിട്ടാണ് നമ്മൾ ഇത് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പാനലും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ പാനലും നമുക്ക് ഇവർ തന്നെ നമ്മൾ വാങ്ങിയ സ്ഥലത്ത് തന്നെ നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ കിട്ടുന്ന സമയത്തെന്ന് വെച്ചാൽ ഇതിൻ്റെ കളറ് ഗ്രേ കളറാണ് ഉണ്ടായത്. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് സ്പ്രേ പെയിൻ്റ് അടിച്ചത് നമ്മൾ തന്നെ ചെയ്തതാണ്. സ്പ്രേ പെയിൻ്റ് അടിച്ച് നമുക്ക് ഇതിനൊരു കറുത്ത ഫിനിഷ് വേണമെന്ന് തോന്നിയുകൊണ്ട് നമ്മൾ ബ്ലാക്ക് അടിച്ചതാണ് നമ്മൾ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണം, നിങ്ങൾ സ്പ്രേ പെയിൻ്റ് അടിച്ചിട്ട് നിങ്ങൾ കേസ് എങ്ങനെ ചെയ്ത് കളർ വേണമെങ്കിൽ നമുക്ക് ആക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഇതിനകത്ത് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്കിൽ വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ വൈഫൈ ആൻറ്റിന അടക്കം സപ്പോർട്ട് വരുന്നുണ്ട്. അതാണ് നമ്മളെ വൈഫൈ ആൻറ്റിനേൻ്റെത്. പിന്നെ ബാക്കി നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റ് നമുക്ക് പിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സെറ്റപ്പെല്ലാം വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ അകത്തുള്ള ബാക്കിയുള്ള സാധനങ്ങൾ എന്തെല്ലാം നമ്മൾ നോക്കാം. ജസ്റ്റ് നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ഒരുപാട് വയറിങ് സാധനങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം എനിക്ക് തോന്നുന്നു 360 ക്യാമറേൻ്റെ സാധനങ്ങളാണെന്ന് തോന്നുന്നത്. ഇതാണ് നമ്മൾ ക്യാമറാസ് വരുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് 2 സൈഡിലുള്ള മിറേഴ്സിൻ്റെ ഉള്ളിൽ ഫിറ്റാക്കാനുള്ള 2 ക്യാമറാസാണെന്ന് തോന്നുന്നു. ഇതൊരു സെറ്റ്. പിന്നെ ഇതിൻ്റെയും കുറേ ഇതിലുള്ള ജോയിനിങ് വയറെല്ലാം വരുന്നുണ്ട്. ഒരു സെറ്റ്, ഇത് വേറെ ഏതൊരു സെറ്റ്, ഒരു സെറ്റ് ഉണ്ട്. ഇങ്ങനെ 4 ഇതും പിന്നെ 2 ക്യാമറേൻ്റെ 2 സാധനങ്ങളൊക്കെ ചെയ്ത് തന്നിട്ട്, അതേപോലെ ഇതിനകത്ത് വേറെ എന്തെല്ലാം സാധനങ്ങളെല്ലാം കാണുന്നുണ്ട്. എന്താണെന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ ഫിറ്റിംഗ് ടീമിനെ നോക്കിയാലേ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ എന്നുള്ളത്. USB പിന്നുകൾ വരുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ 2 ക്യാമറയെ നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ളൂ. 4 ക്യാമറേണ്ടത് ഇവിടെ, ബാക്കിയുള്ള 2 ക്യാമറാസും ഇവിടെ വരുന്നുണ്ട്. ഇത് നമ്മളെ ബാക്കിലും മുന്നിലും വെക്കാനുള്ള ക്യാമറാസാണ്. ഇത് 2 എണ്ണം ഉണ്ട്. അതിൻ്റെ 2 വയറാണിത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു മൗസ് പോലത്തെ ഒരു സാധനം വരുന്നുണ്ട്. ഇതൊന്നും സാധനം എന്നുള്ളത് എനിക്കറിയില്ല. അടുത്തത് പിന്നെ ഇത് ഈ ഒരു കേബിൾ വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് എനിക്ക് തോന്നുന്നു നമ്മളെ ആൻറ്റിനേൻ്റെതാണ്. നമ്മളെ മുകളിൽ നമ്മളെ ആൻറ്റിനേൻ്റെ ഒരു സാധനമാണ് ഇത് വരുന്നത്. പിന്നെയും നമുക്കിതേപോലെ ഒരുപാട് വയറുകളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം ജോയിൻ ചെയ്യാനുള്ള ഒരുപാട് വയറുകൾ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു വയറും കൂടിയുണ്ട്. ഈ ഒരു ടൈപ്പ് പിന്നും ഈ ഒരു പിന്നും. പിന്നെ എനിക്ക് തോന്നിയത് നമ്മളെ ഇതിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓക്സിൻ്റെ കേബിളും കാര്യങ്ങളെല്ലാം ഇത്. പിന്നെ അതിൻ്റെ സ്ക്രൂ അടക്കം വരുന്നുണ്ട്. അതായത് മൊത്തം സെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വേറെ ഇതിന് മുകളിൽ വേറെ ഒരു പർച്ചേസിൻ്റെ ആവശ്യമൊന്നും നമുക്ക് വരുന്നില്ല. അപ്പോൾ അതേപോലെ ഇത്രയും സാധനങ്ങളാണ് വരുന്നത്. അതിൻ്റെ കൂടെ വേറെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു സാധനമാണ് വരുന്നത്. ഇത് പക്ഷേ ഇതിൻ്റെ പുറമെയാണ് ഉണ്ടായത് ഈ സാധനം, ഈ ഒരു കേബിള്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വെക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ മെൻഷൻ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ ഷോപ്പിൽ നിങ്ങൾക്ക് ഓരോ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുക.
അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങേണ്ടി വരും. ചിലപ്പോൾ സെയിം സാധനത്തിന് നമ്മൾ പല ഷോപ്പിലും പല പല റേറ്റുകൾ ഞാൻ കണ്ടത് ശ്രദ്ധിച്ച സമയത്ത്. അപ്പോൾ കുറേ മോഡൽസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഏത് കമ്പനി ആണെങ്കിലും ഓരോ ഷോപ്പിൽ ഓരോ പ്രൈസാണ് കാണിക്കുന്നത്. ഞാൻ തൃശ്ശൂരിൽ നിന്നായിരുന്നു ഈ ഒരു സാധനം വാങ്ങിയത്. ഞാൻ ഈ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി റീസണബിളായ റേറ്റിൽ ഇവരായിരുന്നു തന്നത്. തൃശ്ശൂരുള്ള ഒരു ടീമായിരുന്നു തന്നത്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് ഓരോ പ്രൈസ് ആയിരിക്കും. അതുകൊണ്ടാണ് പിന്നെ അത് പ്രൈസ് മാറിക്കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഒരു ഫിക്സഡ് പ്രൈസ് ഇത്രയാണെന്നുള്ളത് പറയാത്തത്. പഴയതൊന്ന് കാണിച്ചു തരാം. ഈ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ പുതിയൊരു ഫ്രെയിമും, അതായത് ഈ ഒരു സാധനം റീപ്ലേസ് ചെയ്തിട്ട് ഈ ഒരു സാധനം വെക്കാനാണ് നമ്മളിപ്പോൾ പ്ലാന്. തറയിഞ്ഞു പോയി. ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ വണ്ടീൻ്റെ ഓരോ മോഡൽ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ അതിനനുസരിച്ചിട്ടുള്ള കേസ് അവർ തരുന്നതായിരിക്കും. അപ്പോൾ ഈ സാധനമെല്ലാം ഏകദേശം ഫുള്ള് പോയിനി. അപ്പോൾ ഇത് മൊത്തം മാറ്റിയിട്ട് വേണം ആ കണക്ഷൻ അവിടെ അപ്പാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് അതേപോലെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു സീറ്റ് കവറും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. വണ്ടി കുറച്ച് വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു സീറ്റ് കവറും കൂടി നമ്മൾ മാറ്റി ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിപ്പോൾ നിലവിലെന്ന് വെച്ചാൽ ഭയങ്കര പൂപ്പൽ പിടിച്ച പോലെ ഉള്ളത്. പിന്നെ അതേപോലെ ഇത് പല സ്ഥലത്ത് കീറിയിട്ടെല്ലാം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു ബ്ലാക്ക് കളറിൽ തന്നെ ഇന്ത്യയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനിയെല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ എന്തായാലും ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതുവരെ ബൈ.